പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ PR വെങ്കിട്ടരാമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. മെയ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കച്ചേരിപ്പടി സെന്റ് തോമസ് മൂർ പാരിഷ് ഹാളിലാണ് ക്ലാസ്. രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊച്ചി ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ കാൽനട പ്രചരണ ജാഥ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം MB ഷേനി ഉദ്ഘാടനം ചെയ്തു. ജാഥ വൈസ് ക്യാപ്റ്റൻ റെഡീന ആന്റണി അധ്യക്ഷയായി. CPIM ഏരിയ സെക്രട്ടറി PS രാജം, ജാഥ ക്യാപ്റ്റൻ നിഷ ജോളി, ജാഥ മാനേജർ അഡ്വക്കേറ്റ് ശ്രുതി ഉണ്ണികൃഷ്ണൻ, ഐഷ അശോകൻ, നിമിഷ ഷാജി എന്നിവർ സംസാരിച്ചു. പാത്തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച ജാഥ തോപ്പുംപടിയിൽ KJ മാക്സി MLA നേതൃത്വത്തിൽ സ്വീകരിച്ചു. എത്രയോ മാസങ്ങളായി അവർ ക്യാമ്പിൽ കഴിയുക. ആ ക്യാമ്പിൽ കഴിയുന്ന സ്ത്രീകൾ എത്ര തരത്തിൽ പീഡനങ്ങളാണ് നേരിട്ടതല്ലേ? വലിയ ഭീകരമായ വിധത്തിലുള്ള പീഡനങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ മണിപ്പൂരിനകത്ത് ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ പലയിടങ്ങളിലും വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഭീകരവാദികൾ കടന്നു കയറിയാൽ ആ ഭീകരവാദികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അല്ലെ? ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. പക്ഷേ ആ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ, നമ്മുടെ ആത്മാർത്ഥതയെ ആരെങ്കിലും ചോദ്യം ചെയ്തു വന്നാൽ ഇപ്പൊ സോഫിയ ഖുറൈഷിയെ പറ്റി പറഞ്ഞത് ഓർമ്മയില്ലേ? അല്ലേ? അവരെന്ത്, എനിക്ക് ഭയങ്കര ആരാധന തോന്നി, അല്ലെ? എന്ത് ഭംഗിയായിട്ട് അവർ കൗണ്ടർ അറ്റാക്ക് നടത്തി. ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ഇടപെടൽ നടത്തുകയാണ്. ആ സോഫിയ ഖുറൈഷിയെ പറ്റി BJPയുടെ നേതാവും മന്ത്രി എന്താ പ്രചരിപ്പിച്ചതല്ലേ? ഭീകരവാദികളുടെ സഹോദരി എന്ന് പറയുകയാണ്. ഒരു ഇടപെടൽ നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റെല്ലാം. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.